അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഇറാനെതിരെയുള്ള യുദ്ധത്തിന്റെ തീരുമാനങ്ങൾ അന്തിമ തീരുമാനം എടുത്തതായിട്ട് ഇറാൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതേസമയം ഇറാനിൽ അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ നൽകി കഴിഞ്ഞു. അടിയന്തര ഘട്ടങ്ങളിൽ മെട്രോ സ്റ്റേഷനുകളെല്ലാം ആളുകൾക്ക് ഷെൽട്ടറുകളായി ഉപയോഗിക്കാനുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. മറ്റൊരു ഗുരുതരമായ കാര്യം, ഇറാനിലുള്ള സൈനിക രംഗത്തും മറ്റുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അവർക്ക് പ്രത്യേകം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവരെയെല്ലാം മാറ്റിയിരിക്കുന്നു എന്നതാണ്. അതായത് ഒരു യുദ്ധത്തിന്റെ പൂർണ്ണ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ സൈനികാഭ്യാസം ചൈനയുടെയും അതുപോലെ റഷ്യയുടെയും പങ്കാളിത്തത്തോടുകൂടെ നടക്കാൻ പോവുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്ക അതിനു മുമ്പ് തന്നെ ആക്രമിക്കുമോ എന്ന ഒരു ഭീതി ഇപ്പോൾ പരന്നിരിക്കുന്നത്. ഇപ്പോൾ അതിശക്തമായ മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം ആളുകൾക്ക് മാക്സിമം അലർട്ട് നൽകിയിരിക്കുകയാണ്. ഇൻക്ലൂഡിംഗ് പ്ലാൻസ് ടു യൂസ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയാസ് ആൻഡ് മെട്രോ സ്റ്റേഷൻ ആർ ഷെൽട്ടേഴ്സ്. ബിൽഡിങ്ങുകളിലുണ്ടാകുന്ന പാർക്കിംഗ് ഏരിയകൾ അതെല്ലാം ഷെൽട്ടറുകളായി ഉപയോഗിക്കുക. അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനുകളെല്ലാം ഷെൽട്ടറുകളായി ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏകദേശം 2.5 മില്യൺ ആളുകൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, 2.5 മില്യൺ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഷെൽട്ടറുകളാണ് ഇപ്പോൾ ഇറാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. റിപ്പോർട്ട്സ് ആൾസോ സേ സീനിയർ ഓഫീഷ്യൽസ് ആർ റീലൊക്കേറ്റിംഗ് ടു പ്രൊട്ടക്റ്റഡ് ഫെസിലിറ്റീസ്. പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെയുള്ള ആളുകളെല്ലാം അവരെയെല്ലാം റീലൊക്കേറ്റ് ചെയ്യുകയാണ്. പ്രൊട്ടക്റ്റീവ് ഫെസിലിറ്റി, അവർക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവരെ റീലൊക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡ്രോണുകൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാപ്പബിലിറ്റികൾ നിരീക്ഷണങ്ങൾക്കും പ്രതിരോധത്തിനും ഇലക്ട്രോണിക് വാർഫെയറുകൾക്കും വേണ്ടി അതിന്റെ ഫെസിലിറ്റികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ശക്തമായ നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പുറമേയുള്ളതാണെങ്കിൽ ഇപ്പം അവരുടെ സൈനിക രംഗങ്ങളിൽ അതിശക്തമായ ജാഗ്രതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വരും നിമിഷങ്ങളിൽ യുദ്ധമുണ്ടാകുമെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഇറാന് വ്യക്തമായ ഒരു ഇന്റലിജൻസ് വിവരം ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തു എന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ആളുകൾ ജാഗ്രത പാലിക്കാൻ കൂടെയാണ്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. എന്തായിരുന്നാലും വരും മണിക്കൂറുകളിൽ യുദ്ധമുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം 10 മണിക്കൂറിനുള്ളിൽ അമേരിക്ക യുദ്ധം ചെയ്യുമെന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. ഏതായിരുന്നാലും ട്രംപ് പറഞ്ഞിരിക്കുന്നത് അത് അതിവിദൂരമല്ല, ഉടനെ തന്നെ ഉണ്ടാകും എന്ന രൂപത്തിലാണ്. എന്തായാലും അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.